ആർട്ടമിസ് 2 നാളെ താഴേക്ക് സ്പ്ലാഷ് ഡൗൺ അഥവാ ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അതിന്റെ കൃത്യമായിട്ടുള്ള സയൻസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ് എർത്ത് ഇൻജക്ഷൻ എന്നാണ് പറയുന്നത്. മൂണിനെ ഒരു വട്ടം ഓർബിറ്റ് ചെയ്ത് ആ ഓർബിറ്റലിൽ നിന്നും പുറത്തു കടന്ന് ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് ട്രാൻസ് എർത്ത് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് കോസ്റ്റ് ഫേസ് എന്നാണ് പറയുന്നത്. ഈ യാത്ര ഡീപ് സ്പേസിലൂടെ മൂണിൽ നിന്നും എർത്തിലേക്കുള്ള യാത്ര. ഈ സമയത്ത് ചിലപ്പോൾ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ആംഗിളുകളോ അതിന് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്താനുള്ള ചെറിയ ഫൈൻ ട്യൂണിങ്ങുകൾ ചെയ്യുന്നുണ്ടാവാം. അതർവൈസ് ഒരു ഫ്രീ ആയിട്ടുള്ള യാത്രയാണ്, എനർജി ഒന്നും ആവശ്യമില്ലാത്ത. അതിനുശേഷം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് തൊട്ടു മുന്നായിട്ട് ഇതിന്റെ യൂറോപ്യൻ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്ന പാർട്ട് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് ആളുകളെ ക്യാരി ചെയ്യുന്ന ചേംബർ മാത്രം അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നു. യൂറോപ്യൻ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗം അന്തരീക്ഷത്തിൽ തന്നെ എരിഞ്ഞമർന്ന് തീരാനായിട്ട് വിടും. യൂറോപ്യൻ സർവീസ് മൊഡ്യൂളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ഇതൊരു വീഴാനുള്ള പോയിന്റിലേക്കുള്ള ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ആംഗിളിൽ കൺട്രോൾഡ് ആയിട്ടായിരിക്കും ഇത് വിടുന്നുണ്ടാവുക. ആ സമയത്ത് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 11 കിലോമീറ്റർ പെർ സെക്കൻഡ്, അതായത് 32,000-35,000 കിലോമീറ്റർ പെർ അവർ വേഗതയിലായിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. ആ ഒരു ഫേസ് ആണ് ഇതിന്റെ ഏറ്റവും അപകടം നിറഞ്ഞൊരു ഫേസ്. ഇത്രയും സ്പീഡിൽ ഇത് സഞ്ചരിക്കുമ്പോൾ ഇതിന് മുമ്പിലുള്ള എയറുകളെയൊക്കെ അയണൈസ് ചെയ്ത് ഇതിന്റെ മുമ്പിൽ ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഈ പ്ലാസ്മ ഇതിൽ ഉണ്ടാക്കുന്നത്. ഏകദേശം 3000 ഡിഗ്രി സെൽഷ്യസ്, അതായത് നമ്മുടെ സൂര്യന്റെ ചൂടിന്റെ പകുതിയോളം ടെമ്പറേച്ചർ ഉണ്ടാവും ഇത് വീഴുന്ന സമയത്ത്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുൻപിൽ ഒരു ഹീറ്റ് ഷീൽഡ് ഉണ്ടാവും. ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മുടെ എനർജി കൺസർവേഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റ് ഡെസിപ്പേഷൻ, കൈനറ്റിക് എനർജി ഡെസിപ്പേഷൻ ഇതൊക്കെ വെച്ചിട്ട് ഇത് സ്ലോ ഡൗൺ ചെയ്യും. അതായത് ഈ 11 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതിൽ നിന്നും ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് വേഗത കുറഞ്ഞു വരും. ഈ ഹീറ്റ് ഷീൽഡ് കൊടുക്കുന്ന ഡ്രാഗ് അല്ലെങ്കിൽ ലിഫ്റ്റ് അതല്ലാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ത്രസ്റ്റേഴ്സ് ഒക്കെ അതിൻ്റെ ചുറ്റിലുമുണ്ട്. അത് ഏത് പോയിന്റിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഗൈഡഡ് ത്രസ്റ്റർ ഒക്കെ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത്. അതായത് ഈ അന്തരീക്ഷത്തിലേക്ക് കടന്നതിന് ശേഷം ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ. എയർ കൊണ്ടുള്ള റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ചെറിയ ത്രസ്റ്റർ, അത് ബ്രേക്ക് ആയിട്ടൊന്നും ആക്ച്വലി ആക്ട് ചെയ്യുന്നില്ല. ഏറ്റവും അവസാനം ഒരു 25 കിലോമീറ്റർ പെർ അവർ സ്പീഡിലൊക്കെ എത്തിക്കഴിയുമ്പോൾ, ഭൂമിയുടെ തൊട്ടടുത്തൊക്കെ ഏകദേശം എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ പാരച്യൂട്ടുകൾ ഓപ്പൺ ആവും. എന്നിട്ട് ഈ പാരച്യൂട്ട് വഴി പതുക്കെ അല്ല, ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ താഴേക്ക് ലാൻഡ് ചെയ്യുന്നു.